അർജുനനോടൊരു പ്രത്യേക മമതയുണ്ടായിരുന്നു. ആ ഒരു ഭേദഭാവം കൊണ്ടാണ് അവൾ വീണ് പോയത്. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ മക്കളിൽ 3, 4, 2 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ ഭേദഭാവം നിങ്ങൾ കുട്ടികളോട് കാണിച്ചാൽ കുട്ടികൾക്ക് ആ ഭേദഭാവം എപ്പോഴും മനസ്സിലുണ്ടാകും. ഒരേപോലെ പെരുമാറുക. പാഞ്ചാലി വീണത് അതുകൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞ് നടന്നു പോയപ്പോൾ നകുലൻ വീണു. നകുലൻ വീണു പോയപ്പോൾ ഭീമസേനൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് വീണെന്ന്. യുധിഷ്ഠിരൻ പറഞ്ഞു, ഏറ്റവും നല്ല വിജ്ഞാനിയായിട്ടുള്ള ഏറ്റവും വിവരമുള്ളൊരു വ്യക്തിയായിരുന്നു നകുലൻ. പക്ഷെ നകുലനെ ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും വിവരമുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നകുലൻ വീണു പോയത്. പിന്നെ സഹദേവൻ വീണു. അപ്പോൾ ചോദിച്ചു, എന്താണ്? ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു സഹദേവൻ. പക്ഷെ ആ ഒരു അഹങ്കാരം സഹദേവൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീണു പോയത്. അവസാനം അർജുനൻ വീണു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിയായിരുന്നു അർജുനൻ. പക്ഷെ അർജുനൻ അതിൻ്റെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അതായിരുന്നു എന്ന് പറഞ്ഞു. അവസാനം ഭീമനും വീണു. ഏട്ടാ, ഞാൻ എന്തിനാ വീണത് എന്ന് ചോദിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, നീ ലോകത്തിലുള്ള ഏറ്റവും ശക്തനായ വ്യക്തിയായിരുന്നു. പക്ഷെ അതിൻ്റെ അഹങ്കാരം നിനക്കുണ്ടായിരുന്നു ഭീമ. എന്നിട്ട് ഇവരിങ്ങനെ നടന്നുപോയി. അപ്പോൾ നായും ഇങ്ങനെ ഒന്നിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തു നിന്നുള്ള ഒരു വിമാനം വന്നിട്ട് യുധിഷ്ഠിരനോട് പറയാണ്, നീ വിമാനത്തിൽ കയറിക്കോ, നായനെ കയറ്റാൻ പറ്റില്ല, അതിനുള്ള പെർമിഷൻ ഇല്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, എൻ്റെ കൂടെ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ വന്നതാണ് ഈ നായ. അങ്ങനെ വന്ന ഒരു ചങ്ങാതിയെ പകുതി വിട്ടിട്ട് പോയിട്ട് കിട്ടുന്ന ഒരു മോക്ഷവും എനിക്ക് വേണ്ട. അപ്പൊ ചോദിച്ചു, നിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്ന നിന്റെ സഹോദരങ്ങളെ വിട്ടുപോകുമ്പോഴില്ലാത്ത എന്ത് വൈക്ലഭ്യമാണ് നിനക്ക് നിന്റെ കൂടെ ഇപ്പോൾ കൂടി വന്നിരിക്കുന്ന നായയെ വിട്ടുപോകുമ്പോഴുള്ളത്? അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു, അവരെല്ലാം പോകാനുള്ളവരാണ്. പോകാനായ സമയമുള്ളപ്പോഴാണ് പോയത്. ഞാനായി ഉപേക്ഷിച്ചതല്ല. പക്ഷെ ഈ നായ അതെന്റെ സുഹൃത്താണ്. അതിനെ ഒരാപത്ത് കാലത്ത് അതിനെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് ഞാൻ കടന്നു പോവില്ല. അപ്പോഴാണ് ആ നായ അദ്ദേഹത്തിന്റെ പിതാവായ ധർമ്മദേവൻ തന്നെയായിരുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. യഥാർത്ഥ രൂപത്തിലേക്ക് നിന്നിട്ട് പറഞ്ഞു, ഒരുപക്ഷെ നീ അദ്ദേഹത്തെ അവിടെ ഉപേക്ഷിക്കുകയായിരുന്നെങ്കിൽ നീയും വീണു പോകുമായിരുന്നു. അവസാനത്തെ പരീക്ഷയും നീ വിജയിച്ചിരിക്കുന്നു. നിനക്ക് മാത്രം ജീവനോടെ സ്വർഗത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ് ധർമ്മപുത്രരെയും കൊണ്ട് പോവുകയാണ്. എന്നിട്ട് അവിടെയൊക്കെ കണ്ട് അതൊക്കെ അവസാനിക്കുകയാണ്. അപ്പൊ അതിനകത്ത് 2-3 ചോദ്യങ്ങളുണ്ട് ധർമ്മപുത്രരോട് ചോദിക്കുന്ന. അതാണ് നമ്മൾ ഏറ്റവും ഹൃദയത്തിൽ കൊണ്ട് നടക്കേണ്ടത്. ഏറ്റവും നല്ല ദേവാലയം എന്ത്, ആരാധനാലയം എന്ത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട്. ഏറ്റവും ശുദ്ധമായ മനസ്സാണ് ഏറ്റവും വലിയ ആരാധനാലയം. അങ്ങനെ ആ മഹാഭാരത കഥ അവിടെ അവസാനിക്കുകയാണ്. കർണനും ഭീമനും നകുലനും സഹദേവനും ഭീഷ്മരും ദ്രോണനും ഒക്കെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാണ്. നിങ്ങളുടെ ഉള്ളിൽ 2 ചെന്നായ്ക്കളുണ്ട് എന്നാ പറയാ. ആ 2 ചെന്നായ്ക്കൾ എപ്പോഴും അടികൂടും. എപ്പോഴും അത് അടിയായിരിക്കും. ഒരു ചെന്നായ ധർമ്മത്തിന്റെയും ശക്തിയുടെയും നീതിയുടെയും ന്യായത്തിന്റെയും സത്യത്തിന്റെയും ഭാഷയ്ക്ക് വേണ്ടി അതിനു വേണ്ടി വാദിക്കുന്ന ചെന്നായിയാകുമ്പോ മറ്റേത് കുശുമ്പിനും കുന്നായ്മയ്ക്കും മറ്റുള്ളവരോടുള്ള അസൂയയ്ക്കും വേണ്ടി വാദിക്കുന്ന ചെന്നായിയായിരിക്കും. ഇവരെപ്പോഴും അടിയായിരിക്കും. എല്ലാവരുടെ മനസ്സിലുണ്ട്, എൻ്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലുണ്ട്. ഒരു ചെന്നായ മാത്രം വിജയിക്കും. അപ്പൊ ഇത് കേട്ടൊരു കുട്ടി ചോദിച്ചു, ഏത് ചെന്നായ വിജയിക്കുക? ഏത് ചെന്നായക്കാണോ നീ ഭക്ഷണം കൊടുക്കുന്നത് ആ ചെന്നായ വിജയിക്കുമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. അർജുനനാവണമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അർജുനന്റെ സ്വഭാവത്തിലാവും. ഭീഷ്മരാകണമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിലുള്ള ചിന്തകൾ നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ ഭീഷ്മരാകും. ഏത് രീതിയിലുള്ള ചിന്തയാണോ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അതേ രീതിയിലുള്ള സ്വഭാവം നമ്മളായി മാറും. നമ്മളുടെ ഉള്ളിൽ മാത്രമല്ല, എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ, നമ്മുടെ ചുറ്റിലുമുള്ള ആളുകളുടെ ഉള്ളിലൊക്കെ ഓരോ ആളുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ വളർത്തിക്കൊണ്ടുവരുന്നത് ശകുനിയാണെങ്കിൽ നിങ്ങൾ അവരുടെ സ്വഭാവം കൊണ്ട് മാത്രമേ മനസ്സിലാവുള്ളൂ. ഒന്നുകിൽ അവർക്ക് പൈസ കടം കൊടുത്തു നോക്കുക, ഇല്ലെങ്കിൽ അവരോട് ടൂറിന് പോയി നോക്കുക, ഇല്ലെങ്കിൽ അവരോട് താമസിച്ചു നോക്കുക എന്നാ പറയാ. നിങ്ങൾ എന്താണ്, ശകുനിയാണോ, ധൃതരാഷ്ട്രനാണോ, ദുര്യോധനനാണോ, ഇനിയല്ല യുധിഷ്ഠിരനാണോ എന്നുള്ളത് ഓരോ വ്യക്തികളും ഉണ്ടാവും. മഹാഭാരതം എന്ന് പറയുന്നത് അങ്ങ് പുരാതന കാലത്ത് നടന്നൊരു കാര്യമല്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വ്യവഹാരങ്ങളിലും ഓരോ ദിവസങ്ങളിലും നടക്കുന്ന കാര്യമാണ്.
ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു യുദ്ധകാലത്ത് മഹാഭാരതത്തിൽ വേണ്ട ഒരു സാധനമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി വരുന്ന ഓരോ അവസരത്തിലും ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണത്. എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ 5 ഗുണങ്ങളാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മളാകാൻ ശ്രമിക്കേണ്ടത് യുധിഷ്ഠിരനെ പോലെ എല്ലാത്തിലും സമത്വം പാലിക്കുന്ന ഒരു മനുഷ്യനാകാൻ ശ്രമിക്കുക, സത്യസന്ധനാകാൻ ശ്രമിക്കുക. അർജുനനെ പോലെ നമ്മുടെ മനസ്സ് ഒരു വില്ലാളി വീരനായി നിൽക്കാൻ ശ്രമിക്കുക, ധൈര്യത്തോടെ എല്ലാത്തിലും മനസ്സിന് ധൈര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഭീമനെ പോലെ മനസ്സിന് ശക്തി ഉണ്ടാക്കാൻ ശ്രമിക്കുക, ശരീരത്തിന് ശക്തി ഉണ്ടാക്കാൻ ശ്രമിക്കുക. നകുലനെ പോലെ ഏറ്റവും നല്ല വിജ്ഞാനം ആർജിച്ചെടുക്കുവാൻ നമ്മുടെ ജീവിതം ഉപയോഗിക്കുക. കിട്ടുന്നിടത്ത് നിന്നൊക്കെ നമ്മൾ വായിക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, അറിയാൻ ശ്രമിക്കുക, ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുക. സീരിയൽ കണ്ട് സമയം ചെലവഴിക്കരുത്. സഹദേവനെ പോലെ മനസ്സിൽ സൗന്ദര്യം ഉണ്ടാവാൻ ശ്രമിക്കുക, നല്ല ചിന്തകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഏറ്റവും അവസാനമായി ഭഗവാൻ കൃഷ്ണനെ പോലെ എല്ലാത്തിലും ഇടപെടുമ്പോഴും ഒന്നിലും പറ്റിച്ചേരാതെ എല്ലാത്തിലും ഇടപെടുമ്പോഴും നമ്മളായി നിൽക്കുന്ന മനുഷ്യനാകാൻ ശ്രമിക്കുക. ഭഗവാൻ കൃഷ്ണനാവാനാണ് ശ്രമിക്കേണ്ടത്, കൃഷ്ണന്റെ പടം വെച്ച് പൂജിക്കാനല്ല. കൃഷ്ണനെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൃഷ്ണനെ സങ്കല്പിക്കുക, കൃഷ്ണനെ കൊണ്ടുവരിക, സ്വയം കൃഷ്ണനിലേക്ക് വളരാൻ ശ്രമിക്കുക. ആ കൃഷ്ണനാകുവാനാണ് ഓരോരുത്തരോടും മഹാഭാരതം പറയുന്നത്. അല്ലാതെ ഇതൊന്നും അകലങ്ങളിലേക്ക് വെച്ച് നിർത്തുന്ന കഥാപാത്രങ്ങളല്ല. നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കേണ്ട ബോധ്യങ്ങളാണെന്നുള്ള തികഞ്ഞൊരു ബോധ്യത്തോടെ വേണം നമ്മൾ ഓരോ പുസ്തകങ്ങളെയും സമീപിക്കുവാൻ. മഹാഭാരതം എന്ന് പറയുന്നത് വായിക്കുക, ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നതൊക്കെ നമുക്ക് മനസ്സിന് സമാധാനം തരുന്ന, അല്ലാതെ എൻ്റെ കാര്യങ്ങളെങ്കിൽ നടപ്പിലാക്കി തരണേ, ഞാൻ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങ് ആകാശത്ത് ഒരാളും ഇരിക്കുന്നൊന്നുമില്ല. എനിക്ക് 4 പോസ്റ്റിൽ ലൈക്ക് അടിച്ചിട്ടുണ്ട്, ഞാൻ എനിക്ക് ഇന്നേ സാധനം കൊണ്ടുതരാമെന്ന് ഒരാളും പറയുന്നില്ല. വിവേകാനന്ദ സ്വാമി പറഞ്ഞ ഒരു വാക്ക് മാത്രം ഞാനിവിടെ പറയാം. നിങ്ങളെ വികസിപ്പിക്കുന്നതെന്തോ, നിങ്ങളുടെ വലുതാക്കുന്നതെന്തോ അത് നിങ്ങൾക്ക് ശരിയാണ്, നിങ്ങളെ താഴ്ത്തിക്കളയുന്നത് എന്തോ അത് തെറ്റാണ്. ഒരു പുസ്തകം പറഞ്ഞത് കൊണ്ടോ, ഒരു വ്യക്തി പറഞ്ഞത് കൊണ്ടോ, എവിടെയെങ്കിലും എഴുതി വെച്ചെന്ന് പറഞ്ഞത് കൊണ്ടോ അത് ശരിയാകണമെന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അത് ശരിയെന്ന് നിങ്ങൾക്ക് എപ്പോഴാണോ ബോധ്യമാകുന്നത് അതാണ് ശരി എന്ന് പറയുന്നത്. ഒരു കാലത്ത് ചൂട്ട് കൊണ്ട് നടന്നിരുന്നു കല്യാണത്തിന്. അന്ന് കല്യാണം രാത്രിയിലാണ് നടക്കുക. പക്ഷേ ഇന്നും കല്യാണത്തിന് ചൂട്ടുമായിട്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാകും. അത് ആ ആചാരങ്ങളിലേക്ക് മുറുക്കെ പിടിക്കുകയല്ല വേണ്ടത്. ചൂട്ടെന്ന് പറഞ്ഞാൽ വെളിച്ചത്തിനാണ്. ആ വെളിച്ചത്തിന് ഇന്ന് ട്യൂബ് ലൈറ്റാണ്, ട്യൂബ് ലൈറ്റ് ഉപയോഗിക്കുക. മാറ്റമില്ലാതെ ഒന്നിൽ തന്നെ പോയാൽ അവിടെ നമ്മളെ മാറ്റത്തെയും തട്ടി കാലം മുന്നോട്ട് പോകും. ഭഗവാൻ എന്ന് പറയുന്നത് ഒരു രൂപത്തിലല്ല, രൂപത്തിലും നമുക്ക് കാണാം. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ, നമ്മൾ ഓരോരുത്തരും കാണുന്ന നമ്മുടെ സുഹൃത്തായി, നമ്മുടെ ജ്യേഷ്ഠനായി, നമ്മുടെ സഹോദരനായി, നമ്മുടെ എല്ലാമായി, നമ്മൾ അറിയുന്ന നമ്മുടെ കൂടെയുള്ള ഒരു സത്യമായി നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് ആ ഭഗവാൻ നമ്മളോട് കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യവും ധൈര്യവും ആത്മവിശ്വാസവും കോൺഫിഡൻസും നമുക്ക് വരുന്നത്. അപ്പോഴാണ് നമ്മൾ ഒരു തെറ്റിലേക്കും നമ്മൾ പോകാതിരിക്കുന്നത്. അപ്പോഴാണ് ധർമ്മപുത്രരായി നമ്മൾ ഓരോരുത്തരും മാറുന്നത്. അപ്പോഴാണ് നമ്മുടെ മക്കളോട് ലഹരിയെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമുണ്ടാവാതെ വരുന്നത്. അപ്പോഴാണ് നമ്മുടെ മക്കളോട് ഇത് ചെയ്യരുത് എന്ന് നമുക്ക് പറയാതെ തന്നെ അവർ ധർമ്മത്തിന്റെ നീതിയിലേക്ക് നടന്നു പോകുന്നത്. അല്ലാതെ മറ്റുള്ളവന്റെ വിശ്വാസങ്ങളിലേക്ക് ഒരിക്കലും വെറുപ്പ് കൊണ്ടല്ല. സ്വന്തം കുടുംബത്തോടും സമൂഹത്തോടും ഉള്ളിലുള്ള ആത്മാവിനോടും സ്നേഹത്തോടെ അലിഞ്ഞലിഞ്ഞില്ലാതാകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ സ്നേഹവും ദൈവവും ഒന്ന് തന്നെയാണെന്നുള്ള ബോധ്യം പൂർണ്ണമായിട്ടുണ്ടാവുന്നത്. എല്ലാവരുടെ മനസ്സിലും അല്പമെങ്കിലും തെളിനീരുകൾ കത്തട്ടെ. എല്ലായിടത്തും നിങ്ങൾക്ക് വിളക്ക് ചിലപ്പോൾ കത്തിച്ചു വെക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ നമുക്ക് കത്തിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മുടെ വീട്ടിലെ കുട്ടി പഠിക്കുന്ന ഒരു മുറി. ആ മുറിയിൽ ഒരു വിളക്ക് കത്തിച്ചാൽ ആ കുട്ടി പഠിക്കും. നാട്ടിൽ മുഴുവൻ കരണ്ട് കട്ടാണെന്ന് കംപ്ലൈൻറ്റ് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ മകന് പഠിക്കാനുള്ള ഒരു സ്ഥലത്തെങ്കിലും നമ്മളൊരു മെഴുകുതിരി കത്തിച്ചു വെക്കുന്നതാണ്. നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ വിട്ടേക്കുക.
നിങ്ങൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയെങ്കിലും സമാധാനത്തോടെ സാത്വികമായ ചിന്തകൾ കൊണ്ട് വളർത്താൻ ശ്രമിക്കുക. അന്ധമായ വിശ്വാസമന്ധമായിരിക്കണം. പക്ഷേ ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടാവും. അതിലൊന്നുമല്ല ദൈവം എന്ന് പറയുന്ന, ഈശ്വരൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സത്യത്തിലേക്ക് നടന്നു നീങ്ങുക എന്ന് പറയുന്നത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം. അത് മാത്രമേ ശാശ്വതമായ സമാധാനം തരൂ. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഭഗവാന് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.